അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ എല്ലാവർക്കും അഭയമാണ്, എല്ലാ ജീവികൾക്കും അഭയമാണ്. മഹാന്മാരായ സഹാബത്ത് വിശദീകരിക്കുന്നു. തമീം ഇബ്നു ഔസ് ദാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു ഒട്ടകം വരുന്നു, ചാടി വരുന്നു, നബിതങ്ങളുടെ സമീപത്ത് വന്ന് അരികെ അതവിടെ നിന്നു. ഫറഗ, നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് അതെന്തോ ഒന്ന് ശബ്ദിച്ചു. നബിതങ്ങൾ ആ സമയത്ത് ഒട്ടകത്തോട് പറയാണ്, അയ്യുഹൽ ബഈർ ഉസ്കുൻ, ഒട്ടകമേ നീ അടങ്ങൂ. ഫൈന്ദകു സാദിഖൻ, നീ നേര് പറയുന്ന ഒട്ടകമാണെങ്കിൽ ഫലക സിദ്ഖുക, നിനക്ക് നേരിന്റെ ഗുണം ലഭിക്കും. വൈന്ദകു കാദിബൻ, നീ കള്ളം പറയുന്ന ഒട്ടകമാണെങ്കിൽ ഫഅലൈക കദിബുക, കളവിന്റെ ദോഷം നീ അനുഭവിക്കും. മാ അന്നല്ലാഹ തആല ഖദ് അമ്മന ഐദനാ, നമ്മളോട് അഭയം തേടിയവർക്ക് അല്ലാഹു നിർഭയത്വം കൊടുക്കും. വലൈസ ബിഖായിബിൻ ലഇദുനാ, നമ്മളോട് ചേർന്ന് നിന്നവരെ അല്ലാഹു തആല വെറുതെയാക്കൂല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഈ ഒട്ടകം പറഞ്ഞു നബിയെ? അപ്പൊ പറഞ്ഞു, ഈ ഒട്ടകം പറഞ്ഞത് ആ ഒട്ടകത്തെ അറുക്കാൻ അതിന്റെ ആൾക്കാർ ശ്രമിച്ചപ്പോ ഓടിയതാണ്. എന്നിട്ട് നബിതങ്ങളോട് വന്ന് ഇസ്തിഗാസ ചെയ്തതാണ്, സഹായം തേടിയതാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴതാ ഒട്ടകത്തിന്റെ ഉടമസ്ഥന്മാർ അടക്കമുള്ള ആളുകൾ വരുന്നു. അങ്ങനെ അവർ വരുന്നത് കണ്ടപ്പോൾ ഒട്ടകം നബിതങ്ങളുടെ സമീപത്ത് വന്നിട്ട്, ചെറിയ മക്കളുണ്ടല്ലോ പേടിച്ചിട്ട് ഉമ്മാന്റെ മടിത്തട്ടിലേക്ക് നീങ്ങുന്നത് പോലെ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് നിൽക്കുന്നു. നബിതങ്ങളോട് അവർ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബഈറുനാ, ഞങ്ങളെ ഒട്ടകം ഓടിക്കളഞ്ഞ് 3 ദിവസമായി, ഇപ്പോഴിവിടെയാണ് ഒട്ടകത്തെ കാണുന്നത്. നബിതങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു യസ്കൂ ഇലയ്യ, അതെന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റി. അപ്പറഞ്ഞ കംപ്ലൈന്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. എന്താണ് ഒട്ടകം പറഞ്ഞത് എന്നവർ ചോദിക്കുമ്പോൾ പറഞ്ഞു, അതേ, ആ ഒട്ടകം പറഞ്ഞത്, ഞാൻ അവരുടെ കൂടെ കുറെ കാലം ജീവിച്ചു, ഞാൻ എൻ്റെ പുറത്ത് പല സാധനങ്ങളും കയറ്റി അവർ യാത്ര ചെയ്തു, അവർ തന്നെയും യാത്ര ചെയ്തു, അങ്ങനെ എൻ്റെ ഉപകാരമെല്ലാം അവർ വളരെ കാലമെടുത്തു. ഇപ്പോൾ എനിക്ക് പ്രായമായി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് പ്രായപൂർത്തിയെത്തിയപ്പോൾ എന്നെ ഉപയോഗിച്ച് വേറെ ഒട്ടകവുമായി ബന്ധപ്പെട്ട് അതിൽ കുട്ടികൾ വേറെ ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ വലിയ ക്ഷാമമുള്ളൊരു സന്ദർഭം വന്നപ്പോൾ അവരെന്നെ അറുത്തിട്ടെൻ്റെ ഇറച്ചി തിന്നാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും കാലം ഞാൻ അധ്വാനിച്ച് പണിയെടുത്തതും ഞാൻ മുഖേന മക്കളുണ്ടായതും വേറെ ഒട്ടകങ്ങൾ പിറന്നു വീണതും അതൊന്നും പരിഗണിക്കാതെ അവരെന്നെ അറുത്തു തിന്നാൻ പോകുന്നു. അപ്പോൾ നബിതങ്ങളോട് അവർ പറഞ്ഞു, ഖദ് വല്ലാഹി കാന ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ തന്നെയാണ് സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, മാ ജസാഉൽ മംലൂകി സ്വാലിഹി മിൻ മവാലിഹി, ഇങ്ങനെയല്ലല്ലോ ഒരു പണിക്കാരന് കൊടുക്കേണ്ട പ്രതിഫലം. ഉടമസ്ഥന്മാര്, മുതലാളിമാരിങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ അതിനെ വിൽക്കൂല, ഞങ്ങൾ ആർക്കൊന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കളവാണ്. അതിസ്തവാതപിക്കും, അതേ, ആ ഒട്ടകം നിങ്ങളെ മുമ്പിൽ അതിങ്ങനെ നിന്ന് അതേ നിങ്ങളോട് സഹായം തേടിയിട്ട് നിങ്ങൾ സഹായം കൊടുത്തിട്ടില്ല. നിങ്ങളെക്കാൾ കാരുണ്യം ചെയ്യാൻ ബന്ധപ്പെട്ടവനാണ് ഞാൻ. മുനാഫിഖീങ്ങളെ മനസ്സിൽ റഹ്മത്ത് അല്ല നീക്കിപ്പോയി, അത് മുഅ്മിനീങ്ങളെ ഖൽബിൽ അല്ല ഇട്ടുപോയി. 100 ദിർഹം കൊടുത്തുകൊണ്ട് അതിനെ നബിതങ്ങൾ വിലക്ക് വാങ്ങിയിട്ട് ഒട്ടകത്തോട് പറയുന്നു, ഒട്ടകമേ നീ പൊയ്ക്കോ, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്നെ ഞാൻ സ്വതന്ത്രമാക്കി വിട്ടു. അപ്പോൾ ആ ഒട്ടകൻ നബിതങ്ങളെ സമീപത്ത് നിന്നിട്ട് ആ ഒട്ടകം എന്തോ ശബ്ദിക്കുന്നു. ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നബിതങ്ങൾ പറയുന്നു, ആമീൻ. വീണ്ടും ഒട്ടകം എന്തോ ഒന്ന് ശബ്ദിക്കുന്നു. നബിതങ്ങൾ പറയുന്നു, ആമീൻ. 3-ാം
മൂന്നാമതും ശബ്ദിക്കുന്നു. നബി തങ്ങൾ പറയുന്നു ആമീൻ. നാലാമത് ശബ്ദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താണ് ഈ ഒട്ടകം പറഞ്ഞത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് പറഞ്ഞ് ജസാക്കല്ലാഹു അയ്യുഹൻ നബിയുനിൽ ഇസ്ലാമി വൽ ഖുർആനി ഖൈറാ. ഓ നബിയെ, ഇസ്ലാം സംബന്ധമായും ഖുർആൻ സംബന്ധമായും അങ്ങേക്കല്ല വലിയ ഖൈർ പ്രതിഫലം തരട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താണ്? എൻ്റെ മനസ്സിന്റെ പേടി അവിടുന്ന് സമാധാനിപ്പിച്ചതുപോലെ ഖിയാമത്ത് നാളിൽ ഉമ്മത്തിന്റെ പേടി അല്ലാഹു തആല തങ്ങളെ ഉമ്മത്തിന്റെ പേടിക്ക് സമാധാനം കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആമീൻ. മൂന്നാമതായി അതേ ആ ഒട്ടകം പറഞ്ഞു ഹഖനല്ലാഹു ദിമാ ഉമ്മത്തിക മിൻ അദായിഹാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആ ശത്രുക്കൾ അങ്ങയുടെ ഉമ്മത്തിന്റെ രക്തം അല്ലാഹ് സൂക്ഷിക്കട്ടെ. അവിടുന്ന് എൻ്റെ രക്തം സൂക്ഷിച്ചതുപോലെ കാത്തതുപോലെ ഞാൻ ആ സമയത്ത് ആമീൻ പറഞ്ഞു. എന്നാൽ പിന്നീട് ഒട്ടകം ഒരു പ്രാർത്ഥന നടത്തി. അപ്പോഴാ കരഞ്ഞത്. ലാ ജഅലല്ലാഹു ബൈസഹാ ബൈനഹാ. തങ്ങളെ ഉമ്മത്തുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുക്കാതെ അവിടുത്തെ ഉമ്മത്തിന് സംരക്ഷണം തരട്ടെ എന്ന് ദുആ ചെയ്തപ്പോ ബബകൈതു, ഞാൻ കരഞ്ഞു. സഹാബികളെ, ഞാൻ പറഞ്ഞു ഹാദിഹി ഖിസാലുൻ സഅൽതു റബ്ബി ഫഅതാനിഹാ. ഒട്ടകം ആദ്യം ദുആ ചെയ്ത 3 കാര്യങ്ങളും ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ട് എനിക്ക് റബ്ബ് തന്ന കാര്യമാണ്. വമനഅനി ഹാദിഹി. ഇത് ഞാൻ റബ്ബിനോട് തമ്മിലുള്ള ഭിന്നിപ്പുണ്ടാകരുതെന്നും തമ്മിൽ എൻ്റെ ഉമ്മത്ത് തമ്മിലടിക്കരുതെന്നും ഞാൻ ദുആ ചെയ്തിട്ട് റബ്ബെനിക്കത് തന്നിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നെന്നോട് പറഞ്ഞത് അലാ ഇന്ന ഫനാ ഉമ്മത്തിക ബിസ്സൈഫ്. അങ്ങയുടെ ഉമ്മത്തിന്റെ നാശം പരസ്പരം വാളെടുത്താണ്. ജറൽ ഖൗമു ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സംഗതികളൊക്കെ എഴുതി രേഖപ്പെടുത്തി പോയി. ആ ദുആ കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അവിടുത്തെ പൊരുത്തം കിട്ടിയ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.